ഒഴിയാതെ. മലയാള സിനിമയുടെ ഒരു കണ്ണീർ കണമായി മാറിയ നടിയുണ്ട്. ഒരിക്കലും മറവിയുടെ മൂടുപടത്തിലേക്ക് മറയാതെ ഇന്നും ശോഭ കെടാതെ കത്തി നിൽക്കുന്ന ഒരു കുഞ്ഞു താരകം. അതായിരുന്നു മലയാളിക്ക് മോനിഷ എന്ന നടി. കുസൃതി കണ്ണുമായി വിടർന്ന ചിരിയുമായി നിൽക്കുന്ന മോനിഷയുടെ ശാന്തമായ രൂപം മറക്കാൻ മലയാളി പ്രേക്ഷകന് ഒരിക്കലും കഴിയില്ല. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം നേടുന്ന ഏറ്റവും പ്രായം കുറഞ്ഞ നടിയായിട്ടാണ് മോനിഷയെ മലയാളി തിരിച്ചറിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഇന്നും പ്രേക്ഷകർക്കിടയിൽ ഒരു നൊമ്പരത്തിപ്പൂവായി തന്നെ വിരിഞ്ഞു നിൽക്കാൻ മോനിഷയ്ക്ക് കഴിയുന്നു. കോഴിക്കോട് ജില്ലയിലെ പന്നിയങ്കരയിലാണ് മോനിഷ ജനിച്ചത്. 1971 ജനുവരി 24 നാരായണൻ ഉണ്ണിയുടെയും ശ്രീദേവി ഉണ്ണിയുടെയും മകളായി ജനിച്ച മോനിഷ ചെറുപ്പത്തിൽ തന്നെ നൃത്തത്തിന്റെ ചുവടുകളിലേക്ക് എത്തി. അമ്മ ശ്രീദേവി ഉണ്ണിയിൽ നിന്ന് ആദ്യ ചുവടുകൾ ഹൃദയസ്ഥമാക്കിയ മോനിഷ 9-ാം വയസ്സിൽ തന്നെ അരങ്ങേറ്റവും കുറിച്ചു. വിദ്യാഭ്യാസവും അരങ്ങേറ്റവും പിന്നീടുള്ള കലാജീവിതവും ഒക്കെ ബാംഗ്ലൂരിലായിരുന്നു മോനിഷ നടത്തിയത്. നർത്തകി എന്ന നിലയിൽ ചെറിയ രീതിയിൽ അറിയപ്പെട്ടിരുന്ന കാലത്ത് 1985 കർണാടക സർക്കാരാണ് ഭരതനാട്യ നർത്തകർക്ക് നൽകുന്ന കൗശിക പുരസ്കാരം മോനിഷയ്ക്ക് സമ്മാനിച്ചത്. 1984 തമിഴിൽ നിർമ്മിച്ച പാവയ്യ എന്ന ഒരു തമിഴ് ഹ്രസ്വചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടാണ് ഒരു നടി എന്ന നിലയിലുള്ള മോനിഷയുടെ ജീവിതത്തിന് തുടക്കമാകുന്നത്. അഭിനയത്തിന്റെ തിരക്കുകൾക്കിടയിലും മനഃശാസ്ത്രത്തിൽ ബിരുദം നേടാനും മോനിഷയ്ക്ക് കഴിഞ്ഞു. മോനിഷയുടെ കുടുംബ സുഹൃത്താണ് MT വാസുദേവൻ നായർ. അക്കാലത്താണ് ഹരിഹരനുമായി ചേർന്ന് അദ്ദേഹം നഖക്ഷതം എന്ന ചിത്രത്തിന്റെ നിർമ്മാണത്തിലേക്ക് കടക്കുന്നത്. കൗമാര പ്രണയത്തിന്റെ കഥ പറയുന്ന ചിത്രത്തിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ടാണ് ചലച്ചിത്ര രംഗത്തേക്ക് മോനിഷ എത്തിയത്. ഒട്ടേറെ അഭിനയ മുഹൂർത്തങ്ങൾ നിറഞ്ഞ ചിത്രമായിരുന്നു നഖക്ഷതങ്ങൾ. 1986 പുറത്തിറങ്ങിയ ഈ ചിത്രത്തിൽ പ്രണയത്തിന്റെയും ത്യാഗത്തിന്റെയും കഥയാണ് പറഞ്ഞു പോകുന്നത്. ബാല്യക്കാരി കുട്ടിയായി അന്ന് തിരശ്ശീലയിലെത്തിയ ഗൗരിയെ മലയാളികൾ 2 കൈ നീട്ടിയാണ് സ്വീകരിച്ചത്. ഗൗരിയുടെ മുഖത്തെ നിഷ്കളങ്കത്വവും ഒടുവിലെ ആ വേർപാടും മലയാളി പ്രേക്ഷകരെ കുറച്ചൊന്നുമല്ല വേദനിപ്പിച്ചത്. വിനീത്, തിലകൻ, ജഗന്നാഥ വർമ്മ, സലീമ തുടങ്ങിയ വലിയൊരു പ്രതിഭകളുടെ സാന്നിധ്യം കൊണ്ടുകൂടി ശ്രദ്ധേയമായ ചിത്രത്തിലെ ഗൗരിക്ക് പ്രേക്ഷക സ്വീകാര്യത മാത്രമായിരുന്നില്ല മോനിഷയെ തേടിയെത്തിയത്. മികച്ച നടിക്കുള്ള ദേശീയ പുരസ്കാരം കൂടി മലയാളത്തിലേക്ക് എത്തിക്കാൻ മോനിഷ എന്ന നടിക്ക് കഴിഞ്ഞു. അഭിനയിച്ച ആദ്യ ചിത്രത്തിൽ തന്നെ ചെറിയ പ്രായത്തിൽ ദേശീയ പുരസ്കാരം എത്തിക്കാൻ കഴിഞ്ഞ മോനിഷയ്ക്ക് മലയാള ചിത്രത്തിൽ ഒരു വലിയ ഭാവി തന്നെയാണ് എല്ലാവരും പ്രതീക്ഷിച്ചത്. തുടർന്ന് ഇങ്ങോട്ട് 20ഓളം ചിത്രങ്ങളിൽ ശ്രദ്ധേയമായ കഥാപാത്രങ്ങളെ അവതരിപ്പിക്കാൻ മോനിഷയ്ക്ക് കഴിഞ്ഞു. പ്രതിഭാശാലികളായ സംവിധായകർക്കും നടന്മാർക്കുമൊപ്പം പ്രവർത്തിക്കാനും കഴിഞ്ഞ മോനിഷ അപ്പോഴേക്കും മലയാള ചലച്ചിത്രത്തിന്റെ ഒരു വലിയ ഭാഗമായി തന്നെ മാറിക്കഴിഞ്ഞിരുന്നു. മോനിഷയുടെ സാന്ദ്രമായ സൗന്ദര്യം തന്നെയാണ് എടുത്തു പറയത്തക്ക പ്രത്യേകത. മോഹൻലാൽ, മമ്മൂട്ടി, ബാലചന്ദ്ര മേനോൻ അങ്ങനെ തുടങ്ങിയ നടന്മാർക്കൊപ്പമെല്ലാം അഭിനയിക്കാൻ മോനിഷയ്ക്ക് അവസരം ലഭിച്ചു. ഇതിലേറെ ശ്രദ്ധിക്കപ്പെട്ടത് സിബിമലയിൽ ലോഹിതദാസ് കൂട്ടുകെട്ടിൽ 1992 പുറത്തിറങ്ങിയ കമലദളം എന്ന ചിത്രമായിരുന്നു. കമലദളത്തിലെ നർത്തകിയായ മാളവികയെ എങ്ങനെയാണ് മലയാളിക്ക് മറക്കാൻ കഴിയുക? പ്രണയവും ഭക്തിയും ലാളിത്യവും നിറഞ്ഞ മാളവിക എന്ന കഥാപാത്രത്തെ ഏറെ നൈർമല്യത്തോടെ അവതരിപ്പിക്കാൻ മോനിഷയ്ക്ക് കഴിഞ്ഞു. അക്കാലത്ത് ഏറെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ജോഡി തന്നെയായിരുന്നു മോനിഷയും വിനീതും. അവർ തമ്മിലുള്ള അഭിനയത്തിന്റെ രസതന്ത്രം അന്ന് പ്രേക്ഷകർക്ക് വളരെയധികം ഇഷ്ടമായിരുന്നു. മലയാളത്തിൽ മാത്രമായിരുന്നില്ല, തമിഴിലും കന്നഡയിലും പ്രേക്ഷകർക്ക് ഏറെ ഇഷ്ടപ്പെട്ട ഒരു സാന്നിധ്യമായി മോനിഷ വളർന്നുകൊണ്ടേയിരിക്കുകയായിരുന്നു. 90കളുടെ ആദ്യ പാദത്തിൽ തന്നെ 10-ലധികം ചിത്രങ്ങളിൽ മലയാളത്തിലും ഇതര ഭാഷകളിലുമായി അഭിനയിച്ചു തീർത്തുകൊണ്ടിരുന്ന മോനിഷ എന്ന നടിയുടെ ജീവിതത്തിലേക്ക്
പക്ഷേ വിധി കടന്നെത്തിയത് ഒരു കാറപകടത്തിന്റെ രൂപത്തിലായിരുന്നു. ചെപ്പടി വിദ്യ എന്ന GS വിജയന്റെ ചിത്രത്തിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു ആരെയും നടുക്കിയ ആ വാർത്ത എത്തിയത്. 1992 ഡിസംബർ 5-ന് മോനിഷയും അമ്മയും സഞ്ചരിച്ചിരുന്ന കാർ ഒരു ബസ്സുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. അത് ആലപ്പുഴ ചേർത്തലയിൽ വെച്ച്. അപകടത്തിൽ തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ മലയാളത്തിന്റെ ചിരിക്കുന്ന പൂത്തുമ്പി 22ാമത്തെ വയസ്സിൽ എന്നേക്കുമായി മലയാളി പ്രേക്ഷകരുടെ കണ്ണീർ നോവായി മാറിക്കഴിഞ്ഞിരുന്നു. ഒപ്പമുണ്ടായിരുന്ന ശ്രീദേവി ഉണ്ണി എന്ന അമ്മ പക്ഷേ നിസാര പരിക്കുകളോടെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഒരുപക്ഷെ മോനിഷ എന്ന നടി ഇന്ന് ജീവിച്ചിരുന്നുവെങ്കിൽ നിരവധി മികച്ച കഥാപാത്രങ്ങൾ മലയാളത്തിന് മാത്രമല്ല ഇതര ഭാഷകൾക്ക് ലഭിക്കുമായിരുന്നു. ഇന്നും ഗൗരിയുടെ ശാന്തവും ദൈന്യതയാർന്നതുമായ കണ്ണുകൾ അരങ്ങൊഴിയാതെ മലയാളി പ്രേക്ഷകന്റെ ഹൃദയത്തിലേക്ക്